ഇപ്പോൾ പലരും നിരീശ്വരവാദികളായി കഴിഞ്ഞാൽ അവർ മതനിരാസം അവരിൽ സംഭവിക്കാറുണ്ട്. എന്താണ് ഈ മതനിരാസം എന്ന് പറഞ്ഞാൽ? മതം മുന്നോട്ട് വെക്കുന്ന ഒരു ലോകവീക്ഷണത്തെ റദ്ദാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ അട്ടിമറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ നിരാകരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവിടെയാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ടാണ് ഒരാൾ മതനിരാസം നടത്തുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഉദ്ഘാടനങ്ങളൊക്കെ നടക്കുന്ന സമയങ്ങളിൽ പല പരസ്യവേദികളിലും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മൗന പ്രാർത്ഥന, മറ്റേ പ്രാർത്ഥന, മറിച്ച പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ നോർമലി ഒരു നിരീശ്വരവാദി അയാൾ അവിടെ ഇരിക്കും. ഞാൻ ഇരിക്കും, ഐ എം എ കൺസ്യൂമേറ്റ് സിറ്റർ എന്ന് വേണേൽ പറയാം. ഞാനവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ എന്തെങ്കിലും അവിടെ ആചരിക്കുകയല്ല. ഇറ്റ് ഈസ് സോ സ്പോണ്ടേനിയസ് ആൻഡ് സോ നാച്ചുറൽ ടു മീ ദാറ്റ് ഐ സിറ്റ് ദെയർ. ഐ കനോട്ട് സ്റ്റാൻഡ്. എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല, കാരണം ഞാനൊരു നാസ്തികനാണ്. പക്ഷെ ഞാനവിടെ ഇരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്ത തവണ ഇനിയിപ്പം ഏറ്റവും വലിയ ഐക്യരാഷ്ട്ര സഭയുടെ മീറ്റിംഗ് ആണെങ്കിലും എനിക്ക് അവിടെ ഇരിക്കാനേ പറ്റൂ, കാരണം ഇറ്റ്സ് സോ നാച്ചുറൽ ടു മീ. ആനയ്ക്ക് പറക്കാൻ പറ്റില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ആനയായിപ്പോയി, എനിക്കിനി പറക്കാൻ പറ്റില്ല. അതിനകത്തൊരു ഷോ ഇല്ല. ഞാൻ എൻ്റെ ഇമേജിന് വേണ്ടിയോ ആരെങ്കിലും കാണിക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും റോൾ മോഡൽ, ആ റോളല്ല, വേഷം, അതിനല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? അത് ഒട്ടിച്ചു വെച്ച ഒരു സാധനമാണ്. ഇറ്റ്സ് എ പേസ്റ്റഡ് തിങ്, ലൈക്ക് ദ പേസ്റ്റഡ് മൊറാലിറ്റി. യഥാർത്ഥത്തിൽ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും. പല കാര്യങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോളേജുകളിൽ, ഞാൻ പഠിപ്പിക്കുന്ന കോളേജുകളിലൊക്കെ അതിരാവിലെയുള്ള ഈശ്വര പ്രാർത്ഥനകൾ 1-2 കോളേജുകളിൽ, വിമൻസ് കോളേജിൽ ഭയങ്കര വിപ്ലവ പാർട്ടികൾ ഭരിക്കുന്ന കോളേജാണ്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന ഒരു ഗവൺമെൻറ് പോളിടെക്നിക്കിൽ രാവിലെ പ്രാർത്ഥനകൾ. എനിക്ക് രാവിലെ ഒന്നും ചെയ്യണ്ടല്ലോ, എനിക്കത് മൈൻഡ് ചെയ്യാതെ പോകാം. പക്ഷെ എനിക്കത് സഹിക്കുന്നില്ല, എനിക്കത് ഇഷ്ടമല്ല. അപ്പം ഞാനൊരു ഫൈറ്റ് നടത്തുകയാണ്, ഒരു സബ്മിഷൻ കൊടുക്കുകയാണ്. ഇന്ന കാര്യങ്ങളാൽ ലീഗലായി, കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ശരിയല്ല, മോറലായിട്ട് ശരിയല്ല, ഒരു സെക്കുലർ ഫാബ്രിക്കിൽ ഇത് ശരിയല്ല. കോടതി ഉത്തരവുകൾ, കോൺസ്റ്റിറ്റ്യൂഷനുകൾ, സർക്കുലറുകൾ, വിദ്യാഭ്യാസ ചട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഒബ്ജക്റ്റ് ചെയ്യാണ്. എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? പേരെടുക്കാനാണോ? ഒരിക്കലുമല്ല. എനിക്കത് കേൾക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ എന്നെ എതിർക്കുന്നു. ജീവനുള്ള വസ്തുവാണ്. ജീവനുള്ള വസ്തുവിൻ്റെ അടിസ്ഥാന ക്വാളിറ്റി സ്വാതന്ത്ര്യം. എന്താണ് സ്വാതന്ത്ര്യം? നമ്മളുടെ ചിന്തകളും നമ്മളുടെ ബോധ്യങ്ങളും നമ്മുടെ ധാരണകളും നമ്മുടെ തീരുമാനങ്ങളും നടപ്പിലാക്കാനായിട്ടുള്ള അവസരം, അതിനുള്ള ശേഷി, അതിനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ തോന്നി ഞാൻ ചെയ്യുന്നു. ചിലപ്പോൾ വിജയിക്കാം, ചിലപ്പോൾ വിജയിക്കാതിരിക്കാം. പക്ഷേ ഇതെല്ലാം ഞാൻ പറയുന്നത് സ്പോണ്ടേനിയസ് ആണ്. ഇറ്റ്സ് നോട്ട് എ ഷോ. ഇതാരെങ്കിലും കാണിക്കാനുള്ള ഒരു കാര്യമല്ല. ഓ, അയാൾ കണ്ടില്ലോ, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അയാൾ അവിടെ ഇരുന്നു, അയാൾ ആരാ മോൻ. ഇങ്ങനെ ഒരു സംഗതിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ നടത്തുന്ന ഒരു ഷോയാണ്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം ഞാൻ ഇത്രയും കാര്യം, എനിക്ക് പല ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും മതനിരാസം പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ പിതാവ് മരിച്ചപ്പോൾ, എൻ്റെ സഹോദരൻ മരിച്ചപ്പോൾ, എൻ്റെ വീട് പുതുതായിട്ട് ഞാൻ നിർമ്മിച്ചപ്പോൾ, ഗൃഹപ്രവേശനം നടത്തിയപ്പോൾ, മതനിരാസം മാത്രമല്ല, ഒരുമാതിരി വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശനം നടത്തിയത്. 2010 സൈമൺ ബ്രിട്ടോ എന്ന് പറയുന്ന ഒരു പഴയ MLA, അദ്ദേഹം MLA ആയിരുന്നു, ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. അദ്ദേഹം ആണ് എൻ്റെ വീടിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. അദ്ദേഹത്തെ ഞങ്ങളൊരു പിക്ചറിൽ കൊണ്ടുവന്നാണ് പുള്ളിയെ കൊണ്ട് ഉദ്ഘാടനം നടത്തിയത്. അപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു, ഒരു ശുഭകർമ്മം നിർവഹിക്കാൻ പറ്റിയ അവസ്ഥയിലാണോ ഈ മനുഷ്യൻ? അത് പറയുന്നത് ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ്. ശുഭം ശുഭം ശുഭം, ഇതാണല്ലോ ഒരു ഇത്. എന്നിട്ട് അവിടെ ഒരു തട്ടുംപുറത്തപ്പൻ എന്ന് പറഞ്ഞ ഇവിടെ പാലക്കാട്ടുള്ള അച്യുതാനന്ദൻ, നിങ്ങൾക്കറിയാം, പാലക്കാടുള്ള ആർക്കെങ്കിലും അറിയുന്നുണ്ടോ? അച്യുതാനന്ദൻ്റെ ഒരു സിനിമയുണ്ട്, തട്ടുംപുറത്തപ്പൻ. ആ സിനിമയും അതൊരു എത്തീസ് സിനിമയാണ്. ആ സിനിമയും അവിടെ പ്രദർശിപ്പിച്ചു. നാട്ടുകാർക്കെല്ലാം ഭയങ്കരമായിട്ട് ബോറടിച്ചു, അത്യാവശ്യം ബോറടിച്ചു, വെറുപ്പായി. അവരാകെ അന്താളിച്ചു. അവരെ ഷോക്ക്, തല കുറച്ചു നേരം ഒന്ന് ഷോക്ക് ആയതുകൊണ്ട് അവർക്ക് അത്ര വെറുപ്പൊന്നും കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇറ്റ് വാസ് സംതിങ് ലൈക്ക് ദാറ്റ് ഇൻ 2010. എനിക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ 2013 അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ മരിക്കുമ്പോൾ വളരെ ടോട്ടലി മതരഹിതമായിട്ടൊരു, ഈവൻ അച്ഛൻ്റെ മൃതദേഹത്തിൻ്റെ തലക്കലൊരു വിളക്ക് പോലും, നിലവിളക്ക് സോക്കമുണ്ട്, അതുപോലും കത്തിച്ചു വെച്ചില്ല. സഹോദരൻ്റെ കാര്യത്തിലും അങ്ങനെയായിരുന്നു. പക്ഷേ ഈ 3 കാര്യത്തിലും, ഈ ഗൃഹപ്രവേശത്തിൻ്റെ കാര്യത്തിലും, അച്ഛൻ്റെ മരണത്തിൻ്റെ കാര്യത്തിലും, സഹോദരൻ്റെ കാര്യത്തിലും എൻ്റെ ഒരു ഇഷ്ടം, അല്ലെ എൻ്റെ ഒരു താല്പര്യമാണ് അവിടെ നടപ്പിലാക്കപ്പെട്ടത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാൻ മാത്രമല്ല അവിടെ സ്റ്റേക്ക് ഹോൾഡറായിട്ടുള്ളത്. വീട് ഞാൻ വെച്ചതാണ്. പക്ഷേ എന്നിരുന്നാലും എൻ്റെ വൈഫിനും കുട്ടികൾക്കും ഒക്കെ അവിടെ ഒരു അഭിപ്രായമുണ്ട്. കാരണം ഞാൻ ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു കാര്യമല്ല. നിങ്ങളൊരു അപേക്ഷയിൽ സംവരണ കോളത്തിൽ വേണോ വേണ്ടതെന്ന് പൂരിപ്പിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. അതുപോലെ അല്ല വേറെ സ്റ്റേക്ക് ഹോൾഡേഴ്സുള്ള കാര്യത്തിൽ. അപ്പോൾ അവരെന്നെ അനുകൂലിച്ചു, അല്ലെ അവർ ഞാൻ പറഞ്ഞതിൽ ശരിയുണ്ടെന്ന് മനസ്സിലാക്കി അവരെൻ്റെ കൂടെ നിന്നു എന്നുള്ളത് എൻ്റെ ഒരു അനുകൂല അവസ്ഥ മാത്രമാണ്, എൻ്റെ ശക്തിയൊന്നുമല്ല. അവർ നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നുകിൽ അവരുടെ അഭിപ്രായത്തെ മറികടന്നുകൊണ്ട്, അതിനെ തിരസ്കരിച്ചുകൊണ്ട് എൻ്റെ അഭിപ്രായം നടപ്പിലാക്കുക. ദെൻ ഐ ആം എ ഫാസിസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ അവരെ അനുനയപ്പെടുത്തി പരമാവധി ബ്രെയിൻ വാഷ് ചെയ്ത് ഇതിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക.
മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായം മാനിക്കുക. അതാണ് മോസ്റ്റ് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കാര്യം. ഈ 3 കാര്യങ്ങളും വളരെ പ്രസക്തമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആവശ്യം വന്നില്ല. എൻ്റെ സഹോദരൻ മരിച്ചപ്പോൾ തന്നെ സഹോദരൻ്റെ ഭാര്യയും അവരുടെ കുടുംബവും വേണമെങ്കിൽ അവർക്ക് പറയാം ഞങ്ങൾക്ക് അങ്ങനെയല്ല എന്ന് പറയാം. അവർ വിശ്വാസികളായിരുന്നു യഥാർത്ഥത്തിൽ. അപ്പം ഞാൻ ഈ 3 കാര്യത്തിൽ ഞാൻ പറയാം ഞാൻ അങ്ങനെ നടപ്പിലാക്കി, ഞാൻ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞതിനകത്തൊരു അർത്ഥമില്ല. യഥാർത്ഥത്തിൽ എന്നേക്കാൾ കൂടുതൽ തിരിച്ചറിവും ഒക്കെ കാണിച്ചത് എൻ്റെ കൂടെയുള്ള എൻ്റെ ബന്ധുക്കളാണ്. അവർക്ക് ഒരാൾ കയറി ഇതിലങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തീരുന്ന കേസുകൾ. അപ്പോഴത്തേക്ക് നാട്ടുകാർ ഇടപെടും, വേറെ ആളുകളോട് അതെന്താണ് നിങ്ങൾ വലിയ സ്വതന്ത്ര ഇന്ത്യനാണ്. സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം നടപ്പിലാക്കൽ മാത്രമല്ല മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ആദരിക്കലും അതിൽപ്പെടും. സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടമാണെങ്കിൽ വേറൊരാളുടെ സ്വാതന്ത്ര്യവും അയാൾക്ക് വളരെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാണ്. അതാണ് റീഡിങ് എന്ന് പറയുന്നത്. നമ്മുടെ തലച്ചോറിനുള്ളൊരു കഴിവാണ്. അത് ചെയ്യാതെ എന്ത് സ്വാതന്ത്ര്യ ബോധമാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്. സോ ഐ ക്യാൻ സേ ദാറ്റ് ഐ എം ലക്കി വിതിൻ ഇൻവോർട്ടഡ് കോമ, ഫേവറബിൾ ആയിട്ടുള്ള അനുകൂലാവസ്ഥയിലായിരുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയും. ഇപ്പം ഞാൻ എത്ര കൊടിയ നിരീശ്വരവാദിയാണെങ്കിലും എനിക്ക് വേറെ ആളുകൾ കൂടി ഉൾപ്പെട്ട ഒരു കാര്യം നടപ്പിലാക്കണമെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അവരുടെ കൂടി സഹായം ആവശ്യമുണ്ട്. ഐ ആം ഡിപ്പെൻഡൻറ്റ്, ഐ ആം നോട്ട് അബ്സല്യൂട്ട് ഫ്രീഡം എനിക്ക് അവിടെ ഇല്ല. ഇതുപോലെ തന്നെയാണ് ഞാൻ ഈ പ്രാർത്ഥനകൾ നിർത്തുക. ഞാൻ പറഞ്ഞു 2 വിദ്യാലയങ്ങളിൽ ഞാനത് നിർത്തി എന്ന് പറഞ്ഞാൽ അവർ ലീഗലായിട്ടൊരു സബ്മിഷൻ വളരെ സിവിലായിട്ട് ആണ് അത് അവർ അവസാനിപ്പിച്ചത്. ഇപ്പോൾ അവർ രാവിലെ ദേശീയഗാനമാണ് ജനഗണമന നോ പ്രോബ്ലം. പക്ഷെ ഈ തീരുമാനം ഉണ്ടാകാനായിട്ട് ഞാൻ കൊടുത്തൊരു സബ്മിഷൻ, ഞങ്ങളുടെ ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പുണ്ട്, പലരും നിങ്ങൾ അറിയാം, നാസികനായ ദൈവം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ആ വിഷയം ചർച്ച ചെയ്യുന്നപ്പോൾ പലരും എനിക്ക് പറഞ്ഞു നിങ്ങൾ കൊടുത്ത ആ അപേക്ഷ ഒന്ന് തരാമോ, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഞങ്ങളുടെ കോളേജിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, വളരെ നല്ലത്, അവർക്ക് തോന്നുന്നല്ലോ. ഞാൻ അവർക്കത് കൊടുത്തു. അതിൽ കൊടുത്ത ഒരാൾ കൊല്ലം ജില്ലയിലുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂളിൽ രാവിലെ ഇതേ കണക്ക് പ്രാർത്ഥനയും നിലവിളിയും എല്ലാ ഭയങ്കര സംഭവങ്ങളും. അപ്പം ഇയാൾ ഞാൻ കൊടുത്ത അപേക്ഷ എടുത്തിട്ട് അതിൻ്റെ കൂടെ കൂടുതൽ സർക്കുലറുകളും വിദ്യാഭ്യാസ ചട്ടങ്ങളും ഒക്കെ കൂടുതൽ സമ്പാദിച്ചു. ആ അപേക്ഷ ഒന്നുകൂടെ ശക്തിപ്പെടുത്തി, കുറച്ചുകൂടെ ഒന്നുകൂടെ സ്ഫുടം ചെയ്ത് കുറെ കൂടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അപേക്ഷ, ഒരു സബ്മിഷൻ ആ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലിന് കൊടുത്തു. അയാൾ മൈൻഡ് ചെയ്യില്ല, മാസങ്ങളോളം അയാൾ മൈൻഡ് ചെയ്യില്ല. ഇയാൾ വീണ്ടും റിമൈൻഡർ കൊടുത്തിട്ടും ഇയാൾ വളരെ നിസ്സാരവൽക്കരിച്ച് കളഞ്ഞു. അവസാനം നേരിട്ട് സംസാരിക്കുമ്പോൾ ഇയാൾ ഒരുമാതിരി ചിറഞ്ഞു നിൽക്കുകയാണ്. അത് സാറിന് മാത്രമേ കുഴപ്പമുള്ളൂ, സാർ എന്താ പറയുക, സാറ് വേണം പോയി ചെയ്യും, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. മറ്റുള്ള അധ്യാപകരും വളരെ മോശമായി സംസാരിക്കുന്നു. പുള്ളിയുടെ ആസ്പിറേഷൻ എന്ന് പറയുന്നത് അതവിടെ നിർത്തലാക്കുക, ഒരു സെക്കുലർ ഇടത്ത് ഇത്തരത്തിൽ മതപരമായിട്ടുള്ള ഈ ഡിസ്പ്ലേകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ആഗ്രഹം. അതിന് പുള്ളി നടത്തിയ ശ്രമം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമാണ്. ഞാൻ നടത്തിയതിനേക്കാൾ മെച്ചപ്പെട്ട ശ്രമമാണ് പുള്ളി നടത്തിയത്. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷമായിട്ടും പരിഹാസപാത്രമാവുന്നു എന്നുള്ളതല്ലാതെ യാതൊരുവിധ അദ്ദേഹം മേലധികാരികൾക്കും എല്ലാം അത് അയച്ചു കൊടുത്തിട്ടും യാതൊരുവിധ മാറ്റമില്ല. ഹിസ് അച്ചീവ്മെന്റ് കോളം നോക്കുകയാണെങ്കിൽ 0 ആണ്. ബട്ട് ഹിസ് ആസ്പിറേഷൻ, ചെയ്യാനായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. പക്ഷേ പുള്ളിക്ക് സാധിച്ചില്ല. എനിക്കിതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. എനിക്ക് വളരെ ഈസി ആയിട്ട് 2 നേടാൻ കഴിഞ്ഞു. എന്താ കാര്യം? ഡിഫറെൻറ്റ് ടെറൈൻ. ഞാൻ ആ സ്കൂളിൽ ഈ പറഞ്ഞ ആൾ പഠിപ്പിക്കുന്ന സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഇതേ റിസൾട്ട് കിട്ടും, മോസ്റ്റ് പ്രോബബ്ലി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല ആളുകളും ഈ മതനിരാസ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മറ്റു വ്യക്തികൾ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളിൽ ചിലർക്ക് അനുകൂലാവസ്ഥയും ചിലർക്ക് പ്രതികൂലാവസ്ഥയും ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. നമ്മളത് പരിഗണിക്കാതിരിക്കുന്നത് ഒരു തരം ബ്ലൈൻഡ്നെസ് ആണ്. എല്ലാവരുടെയും അവസ്ഥ ഒരേപോലെ ആവില്ല. ചിലർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും.